ഹായ്, അസ്സലാമു അലൈക്കും. എന്തൊക്കെയുണ്ട് എല്ലാവരുടെയും വിശേഷം? എല്ലാവർക്കും സുഖല്ലേ? ഇന്ന് രണ്ടാമത്തെ നോമ്പാണല്ലേ. അപ്പൊ ഞാൻ രണ്ടാമത്തെ നോമ്പ് തുറക്കാനുള്ള സാധനങ്ങൾ ഉണ്ടാക്കാൻ പോവാണ് കേട്ടോ. അപ്പൊ എന്താ ഉണ്ടാക്കണ അറിയോ? ഇടിയപ്പം ചെമ്മീൻ റോസ്റ്റ് ആട്ടോ ഉണ്ടാക്കണത്. അപ്പൊ ഈ ചെമ്മീൻ ഉണ്ടാക്കേണ്ട സാധനങ്ങളൊക്കെ ഒന്ന് കാണിച്ചു തരാം കേട്ടോ. അപ്പൊ കുറച്ച് ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട്, പച്ചമുളക് ഉണ്ട്, കറിവേപ്പിലുണ്ട്, ഇഞ്ചി ചതച്ചതുണ്ട്, വെളുത്തുള്ളി ചതച്ചതുണ്ട്, കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി കൂടി അരിഞ്ഞതുണ്ട് കേട്ടോ. പിന്നെ കുറച്ച് പുളി എടുത്തിട്ടുണ്ട്, ഉലുവ വറുത്ത് പൊടിച്ചതുണ്ട്, ചെമ്മീന്, പിന്നെ വലിയ ഉള്ളി, തക്കാളി, മല്ലിയില. ഇതൊക്കെയാണ് കേട്ടോ നമ്മുടെ ചെമ്മീൻ റോസ്റ്റ് ഉണ്ടാക്കാനുള്ള സാധനങ്ങള്. അപ്പൊ ഇനി നമുക്ക് ഉണ്ടാക്കി കാണിക്കാട്ടോ. ഈ ചെമ്മീൻ നന്നാക്കി എടുക്കുന്ന സമയത്തേ ഇതിന്റെ വേസ്റ്റ് ഒക്കെ കിടക്കുന്നത് ഇതിന്റെ ബാക്ക് ഭാഗത്താട്ടോ, ഇതിന്റെ മുകൾ ഭാഗത്ത്. ഇതിനെ ഇങ്ങനെ മുറിച്ചിട്ട് വേണ്ട ഇതിന്റെ വേസ്റ്റിനൊക്കെ എടുക്കാന്. ഈ വേസ്റ്റ് ഒക്കെ നമ്മളെ വയറിൽ പെട്ട് കഴിഞ്ഞാൽ വയറുവേദനയൊക്കെ ഉണ്ടാവും കേട്ടോ. അപ്പൊ ഇതിനെ നന്നായിട്ട് ഇങ്ങനെ ക്ലീൻ ചെയ്തെടുക്കണം കേട്ടോ. ഇതിന്റെ ബാക്ക് അറിയാത്തവരോട് പറയാം കേട്ടോ, എല്ലാവർക്കും അറിയാം, എന്നാലും ഒന്ന് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പൊ ചെമ്മീനൊക്കെ നന്നായി വൃത്തിയാക്കി കഴുകി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പൊ നമ്മള് ചട്ടി അടുപ്പത്ത് വെച്ചിട്ടോ. നമ്മള് പുതിയ ചട്ടി കേട്ടോ. അപ്പൊ പുതിയ ചട്ടിയിലാണ് കേട്ടോ ചെമ്മീൻ ഉണ്ടാക്കാൻ പോണത്. അപ്പൊ എണ്ണയൊക്കെ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. നമുക്ക് കുറച്ച് ഉലുവ ഇടാം, കുറച്ച് കറിവേപ്പില ഇടാം കേട്ടോ. ഇനി നമ്മള് ചെറിയ ഉള്ളിയാണ് കേട്ടോ. ചെറിയ ഉള്ളി നല്ലൊരു പിടി എടുത്തിട്ടുണ്ട് കേട്ടോ. ചെറിയ ഉള്ളിയൊക്കെ നമ്മളെ ചെമ്മീന് നല്ല ടേസ്റ്റ് കൂട്ടുന്ന ഒരു സാധനമാണ്. അപ്പൊ ഇനി ഇടുന്നത് വലിയ ഉള്ളിയാണ് കേട്ടോ. ഇതിനെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യട്ടെ. വെളുത്തുള്ളി പേസ്റ്റ് ആണ് ഒരു ടീസ്പൂൺ ഉണ്ട്. ഒരു ടീസ്പൂണ് ഇഞ്ചി ചതച്ചതും, തക്കാളി. ഇതിന് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഇതിനൊന്ന് ഈ എണ്ണയിൽ വയന്ന് വരണം കേട്ടോ. അത് നല്ല വാടിയിട്ട് ഇത് നമുക്കൊരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കണം. എന്നിട്ട് തണുത്തതിന് ശേഷം നമ്മൾ മിക്സിയിൽ അരക്കണത് കേട്ടോ. നല്ല തണുക്കണം. ഇനി നമുക്ക് ഈ ചട്ടിയിൽ തന്നെ നമ്മളെ മസാലകളൊക്കെ ഒന്ന് റെഡിയാക്കാണ്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു. ഇഞ്ചി വെളുത്തുള്ളി അരിഞ്ഞതാണ് കേട്ടോ ഇത്. കുറച്ച് കറിവേപ്പിലയും ഇട്ടിട്ടുണ്ട് കേട്ടോ. 2 പച്ചമുളക്. ഇതിനൊന്ന് വഴറ്റി കൊടുക്കാം നമ്മൾ. ഇതൊക്കെയുള്ള മസാലകൾ മല്ലിപ്പൊടിയാണ് കേട്ടോ, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, പെരിഞ്ചീരകം പൊടിച്ചത്. ഇതിന് നമുക്കൊന്ന് വഴറ്റി കൊടുക്കണം നന്നായിട്ട്. ഈ മസാലയിൽ നമ്മളെ ചെമ്മീനൊന്ന് ചെറുതായിട്ട് റോസ്റ്റ് ചെയ്തെടുക്കണം. ചെമ്മീൻ ഇട്ട് കൊടുത്തുട്ടോ. അപ്പൊ ഇതിനൊന്ന് മസാല പിടിക്കട്ടത്. ഇനി നമ്മൾ പുളിവെള്ളം ഒഴിക്കാം കേട്ടോ. ഒരിത്തിരി പുളിയോ എടുത്തിട്ടുണ്ട് കേട്ടോ, ഇതിന് ടേസ്റ്റ് കൂട്ടാൻ വേണ്ടിയിട്ടാ. കുറച്ചുകൂടി വെള്ളം വേണം, ഇത് വേവേയുള്ള വെള്ളം വേണം. അതിൽ പാകത്തിന് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അത് മിക്സ് ചെയ്യണം. നമുക്കൊന്ന് അടച്ചു വെക്കണം. ഇനി നന്നായിട്ടൊന്ന് തിളച്ച് വേവട്ടെ. അപ്പൊ നമ്മൾ ഈ മസാലപാത്രങ്ങളൊക്കെ ഒന്ന് എടുത്തു വെക്കട്ടെ കേട്ടോ, അല്ലെങ്കിൽ അടുക്കളയിൽ പരന്നിരിക്കുള്ളൂ. അപ്പൊ നമ്മൾ ഒക്കെ തണുത്ത് വന്നിട്ടുണ്ട് കേട്ടോ. നമ്മളെ മസാലക്കൂട്ടൊക്കെ ഇതിനൊന്ന് അരച്ചെടുക്കാണ്, പേസ്റ്റ് ആക്കട്ടെ. അപ്പൊ നമ്മളെ ചെമ്മീനൊക്കെ വെന്തിട്ടുണ്ട് കേട്ടോ. നമ്മളെ മസാലയൊക്കെ ഇതാ ഒഴിച്ചു, അരപ്പൊക്കെ നന്നായി അരഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇതിനെ മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് കുറച്ചും കൂടി നമ്മളെ മിക്സിയിൽ വെള്ളം ഒഴിച്ചിട്ട് ഇതിക്ക് പാരാനുണ്ട്. അപ്പൊ ഇതിനെ നന്ന് മൂടി വെക്കണ്ടോ. ഇനി നന്നായി തിളച്ച് വരട്ടെ കേട്ടോ. അപ്പൊ നമ്മളെ ചെമ്മീനൊക്കെ നന്നായി തിളച്ചിട്ട് ഇതിൽ ഉലുവാപ്പൊടി ഇടുകയാണ് കേട്ടോ ഞാന്. കുറച്ച് മല്ലിയില. അപ്പൊ നമ്മളെ ചെമ്മീൻ റോസ്റ്റ് റെഡി ആയിട്ടുണ്ട് കേട്ടോ. നല്ല ടേസ്റ്റ് ആണ് കേട്ടോ. എന്തായാലും ഒന്ന് ഉണ്ടാക്കി നോക്കണ്ടോ നിങ്ങള്. അപ്പൊ നമ്മൾ ഇറക്കി വെക്കാണ്. ഇനി നമുക്ക് ഇടിയപ്പം ഉണ്ടാക്കാനാണ് പോണത്.
ഇടിയപ്പത്തിന് ഞാൻ 2 ഗ്ലാസ് പൊടിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അതിലേക്ക് 3 ഗ്ലാസ് വെള്ളം എടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മൾ പത്തിരി ഉണ്ടാക്കണേലും ഒരു ഇത്തിരി കൂടി വെള്ളം മുന്നേ നിൽക്കണം കേട്ടോ ഇടിയപ്പത്തിന്. അപ്പൊ ഞാനിവിടെ ഇങ്ങനെയാണ് കേട്ടോ ഇടിയപ്പം ഉണ്ടാക്കണേ. വെള്ളം പൊടിയും കൂടി നന്നായി മിക്സ് ചെയ്ത് ഉപ്പിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ അടുപ്പത്ത് വെച്ചിട്ട് ഇളക്കി വാട്ടിയെടുക്കുക കേട്ടോ ചെയ്യണേ. അപ്പൊ ഇങ്ങനെ ഞങ്ങൾ ഇടിയപ്പം ഉണ്ടാക്കി നോക്കൊണ്ടിട്ടോ. നല്ല സൂപ്പറായിട്ട് നമുക്ക് പീച്ചെടുക്കാനും കഴിയും, കഴിക്കാനും നല്ല സോഫ്റ്റ് ഇടിയപ്പാവും കേട്ടോ. പെട്ടെന്ന് നമുക്ക് വെള്ളം ഒന്നും ബുദ്ധിമുട്ടുണ്ടാവില്ല കേട്ടോ. വെള്ളം കുറയേ കൂടെ ഒന്നും ചെയ്യൂല കേട്ടോ. അപ്പൊ അങ്ങനെ മാവൊക്കെ റെഡി ആയിട്ടുണ്ട്. മാവ് ഒന്ന് അടച്ചു വെക്കട്ടെ, അല്ലെങ്കിൽ നമുക്ക് ഇത് ഡ്രൈ ആവുള്ളൂ കേട്ടോ. നമ്മൾ സ്റ്റീമർ അടുപ്പത്ത് വെക്കട്ടെ കേട്ടോ. മാവൊക്കെ റെഡി ആകുമ്പോഴേക്ക് സ്റ്റീമർ ചൂടായാൽ പെട്ടെന്ന് ആവി വരും. ഇനി നമ്മള് ഇടിയപ്പം ഉണ്ടാക്കാൻ പോവാണ് കേട്ടോ. ഇതൊക്കെയാണ് കേട്ടോ നോമ്പ് തുറക്കാൻ ഉണ്ടാക്കുന്നത്. പിന്നെ കുറച്ച് സ്നാക്സ് ഉണ്ടാക്കണമൊന്നുമില്ല കേട്ടോ. സ്നാക്സ് നമ്മൾ മേടിക്കാണ് കേട്ടോ ചെയ്യുന്നത്. ഇവിടെ ഞാൻ ഇങ്ങനെയാണ് കേട്ടോ ഇടിയപ്പത്തിന് എപ്പോഴും മാവ് ഉണ്ടാക്കാറ്. അപ്പൊ എനിക്ക് ഇതിനോട് ബുദ്ധിമുട്ടൊന്നുമില്ല കേട്ടോ. കാരണം വെള്ളം കൂടിയേ കുറയൊന്നും ചെയ്യൂല കേട്ടോ. അപ്പൊ നമുക്ക് വാട്ടിയെടുക്കാനും ഇടിയപ്പം പീച്ചെടുക്കാനൊക്കെ നല്ല സുഖമാണ് കേട്ടോ അങ്ങനെ ഉണ്ടാക്കിയാല്. നമ്മൾ വെള്ളം ഒഴിക്കുമ്പോൾ ചിലപ്പോൾ നമുക്ക് വെള്ളം കുറഞ്ഞു പോവും, ചിലപ്പോൾ വെള്ളം കൂടിപ്പോവും. അതൊക്കെയാണ് കേട്ടോ എനിക്ക് ചെയ്യാറ്. അപ്പൊ ഞാൻ ഇങ്ങനെയാണ് കേട്ടോ എനിക്ക് എളുപ്പം. പിന്നെ കുറച്ച് ഇടിയപ്പം മതിയല്ലോ. ഇവിടെ ആളില്ലല്ലോ, ഞാനും മോളും ഉപ്പച്ചി മാത്രമേ ഉള്ളൂ. പീച്ചെടുക്കാൻ നല്ല നൂല് പോലെ നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടും കേട്ടോ അങ്ങനത്തെ മാവ്. അപ്പൊ നമ്മള് സ്റ്റീമറൊക്കെ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പൊ 2 പീച്ചി കൊടുത്താല് വെക്കാം. പിന്നെ 3 തട്ടാണ് കേട്ടോ അതിനുള്ളത്. അപ്പൊ ഞാൻ 2 തട്ടിൽ മാത്രമേ ഉള്ളൂ കേട്ടോ പീച്ചിടുന്നത്. പിന്നെ ഒരു തട്ട് ഇവിടെ ബാലൻസ് ആയി വെക്കും കേട്ടോ. അപ്പൊ വേഗം പെട്ടെന്ന് മറ്റേ തട്ടിലും കൂടി ഇട്ടിട്ട് നമുക്ക് വേഗം ആവി കയറ്റി എടുക്കാം. പെട്ടെന്ന് ആവട്ടോ. നമ്മള് സ്റ്റീമറില് 5 മിനിറ്റ് മതി കേട്ടോ. 5 മിനിറ്റ് വേണ്ട കേട്ടോ അത്. അപ്പൊ നമ്മള് ഇടിയപ്പൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ഇടിയപ്പം. നമ്മളൊരു ഇലയിലേക്ക് വാഴന്റെ ഇലയിലാണ് കേട്ടോ അത് ഇടുന്നത്. പിന്നെ ചൂടാറിയതിന് ശേഷം കേട്ടോ നമ്മൾ പാത്രത്തിലാക്കി വെക്കുക. അപ്പൊ നമ്മൾ ഒരു ട്രിപ്പ് ഇടിയപ്പം ശരിയായിട്ടോ. അപ്പൊ നമ്മൾ ഇടിയപ്പൊക്കെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. നമ്മളത് ഡൈനിങ് ടേബിളിലേക്ക് മാറ്റുകയാണ് കേട്ടോ, മാറ്റി കൊടുക്കണം. കുറേ പാത്രങ്ങളൊക്കെ പരന്നിട്ടുണ്ട് കേട്ടോ. പാത്രങ്ങളൊക്കെ ഒന്ന് കുറച്ച് കഴുകി എടുക്കട്ടെ. ഞാൻ ചായന്റെ പരിപാടിയിലാണ് കേട്ടോ. കട്ടൻ ചായയാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. ഇതിലിടയ്ക്ക് ഞാൻ അത്താഴത്തിനുള്ള ഭക്ഷണമൊക്കെ ഉണ്ടാക്കുന്നുണ്ടോ അതിന്റെ ഇടയിലൂടെ. അതൊന്നും ഇതിൽ കാണിക്കണില്ല കേട്ടോ. അപ്പൊ നമ്മള് ചായ റെഡിയായി. വെള്ളം ഉണ്ടാക്കാൻ കേട്ടോ നോമ്പ് തുറക്കാന്. ഉപ്പച്ചി മോളാട്ടോ വെള്ളം ഉണ്ടാക്കണത്. നന്നാരി സർബത്താണ് കേട്ടോ ഉണ്ടാക്കണത്. മോള് നല്ല ഹെൽപ്പൊക്കെ ചെയ്ത് കൊടുക്കുന്നുണ്ടോ. വെള്ളമൊക്കെ കൊടുന്ന് കൊടുക്കുന്നുണ്ട്, ഒഴിക്കുന്നുണ്ട്. അപ്പോൾ വാങ്ങ് കൊടുക്കേണ്ട സമയം ഏകദേശം ആയിട്ടുണ്ട് കേട്ടോ. അപ്പൊ നമ്മൾ നന്നാരി സർബത്ത് റെഡിയായി. നോമ്പ് തുറക്കാനുള്ള എല്ലാതും റെഡിയാക്കി വെക്കാൻ കേട്ടോ മേശപ്പുറത്ത്. അപ്പോൾ നമ്മൾ ഇടിയപ്പം ഉണ്ട്, ചെമ്മീൻ റോസ്റ്റ് ആയിട്ടുണ്ട്,
നല്ല സൂപ്പർ ചെമ്മീൻ റോസ്റ്റ് ആണ് കേട്ടോ. ഇടിയപ്പം പത്തിരിക്കൊക്കെ നല്ല ഉഷാറാണ് കേട്ടോ അങ്ങനെ ഉണ്ടാക്കിയാല്. പിന്നെ നമ്മളെ തണ്ണിമത്തൻ ഫ്രൂട്ട്സ് അപ്പൊ ഒക്കെ റെഡിയാക്കി വെക്കാൻ കേട്ടോ കൊടുക്കുമ്പോഴേക്ക്. പിന്നെ പൊക്കവട സമൂസയാണ് കേട്ടോ സ്നാക്സിന് നമ്മളിവിടെ ഉണ്ടാക്കാറാണ് കേട്ടോ ചെയ്യല്. ഇന്ന് പിന്നെ നമ്മൾ മേടിക്കാന്ന് പറഞ്ഞ് അങ്ങനെ തീരുമാനം എടുത്തതാണ് കേട്ടോ. അപ്പൊ ബാങ്കൊക്കെ കൊടുത്തിട്ടോ ഞങ്ങൾ നോമ്പ് തുറക്കാം. നമ്മള് വെള്ളമൊക്കെ കുടിച്ച് ഫ്രൂട്ട്സ് ഒക്കെ കഴിച്ചതിന് ശേഷം നിസ്കാരമൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് കേട്ടോ പിന്നെ നമ്മൾ ചായ കുടിക്കണത്. അപ്പൊ ഓരോ വിശേഷങ്ങളൊക്കെ പറയാൻ കേട്ടോ. അപ്പൊ നമ്മള് നിസ്കാരമൊക്കെ കഴിഞ്ഞിട്ടോ. അപ്പൊ ഇനി ഞങ്ങൾ ചായ കുടിക്കാണ്. അപ്പൊ ചായ കുടിക്കാനൊക്കെ വന്നു കേട്ടോ ഞങ്ങള്. അപ്പൊ ഞങ്ങളിങ്ങനെ ഓരോരോ വിശേഷങ്ങളൊക്കെ പറയും കേട്ടോ ഭക്ഷണം കഴിക്കുന്ന സമയത്ത്. അപ്പൊ സൂപ്പർ ആയി എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ഞങ്ങളൊന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ബെൽ ബട്ടൺ അടിക്കണം കേട്ടോ. ഓക്കെ, ബൈ ബൈ, അസ്സലാമലൈക്കും.